മുതലുണ്ടാകാനുള്ള ദുആ, അല്ലാ പഠിച്ചോനെ എനിക്കൊരുപാട് പൈസ തരണേ അല്ലാ എന്നല്ല. പൈസ ഉണ്ടാകാനുള്ള ദുആ എങ്ങനെ? അല്ലാഹുവേ എനിക്ക് ധാരാളം സകാത്തും സദഖയും കൊടുക്കാൻ അവസരം നൽകണേ അല്ലാ. അതാണ് പൈസ ഉണ്ടാവാനുള്ള ദുആ. ദുആ നോക്കിക്കോളി, നിങ്ങൾ ഉണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗൗസുൽ ആലം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി ചരക്ക് കപ്പലുണ്ടായിരുന്നു. ഒരിക്കൽ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കപ്പല് കൊള്ളക്കാർ പിടിച്ചിട്ടുണ്ട് പറഞ്ഞു. അതിൽ മൂപ്പർ പറഞ്ഞു അൽഹംദുലില്ലാഹ്. പിന്നെ കുറച്ച് കഴിഞ്ഞേക്കിന് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, പിന്നെ ആ പിടിച്ച കപ്പൽ നിങ്ങളതല്ല വേറെ ആരതാണ് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാഹ്. അതെന്തിനപ്പോ ഞാൻ പറഞ്ഞു എന്നറിയാം, നിങ്ങള് കപ്പൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് പറഞ്ഞതാണ്. ഗൗസുൽ ആലം 470 ഹിജ്റ 470 മുഹ്യിദ്ദീൻ ശൈഖിന്റെ കാലഘട്ടം. ഹിജ്റ 470. 25-ാമത്തെ വയസ്സിൽ ആദ്യമായി കച്ചവടം തുടങ്ങിയിട്ടുണ്ട് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. 25-ാമത്തെ വയസ്സിലാണ് നാട് വിടുന്നത്. 25 കൊല്ലം ഉമ്മാന്റെ അടുത്ത് നാട്ടിലായിരുന്നു. 25 വയസ്സിന് ശേഷം നാട് വിട്ടു. നാട് വിട്ടിട്ട് ആദ്യമായി ആരംഭിച്ചത് കച്ചവടമായിരുന്നു. റോഡ് സൈഡിൽ വെള്ളക്കച്ചവടമായിരുന്നു ആദ്യം തുടങ്ങിയത്. അങ്ങനെ വീണ്ടും 25 കൊല്ലം കച്ചവടവും പഠനവുമായി നടന്നു. 50 വയസ്സ് 40 കൊല്ലം വയല് പറഞ്ഞു, അപ്പോഴും കച്ചവടമുണ്ട്. 90 വയസ്സ് വരെ ജീവിച്ചു മഹാനായ ഗൗസുൽ ആലം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്ന ഏകൽ കേട്ടാരേയിരുന്നോവർ. 40 ആണ്ടോളം വയത് പറഞ്ഞോവർ നന്നായി 90 കൊല്ലം ഇരുന്നോവർ. 90 കൊല്ലം ജീവിച്ചു. 25-ാമത്തെ വയസ്സിൽ കച്ചവടം തുടങ്ങി. നല്ല പൈസക്കാരനായിരുന്നു. പൈസക്കല്ല കുഴപ്പം, പൈസ കൈകാര്യം ചെയ്യുന്ന മനസ്സിനാകുന്നു പ്രശ്നം. പൈസക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പൈസ കൈകാര്യം ചെയ്യണ മനസ്സ് കേടന്നാല് പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരേ മാതിരിയാണ്. അതുകൊണ്ട് എല്ലാരും നല്ലോണം അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പൈസ ഉണ്ടാവണ്ട എന്ന അഭിപ്രായം എനിക്കില്ല. ഉണ്ടാക്കണം, പക്ഷെ എന്താ വെച്ചാൽ സൂക്ഷ്മത പാലിക്കണം. സമ്പത്ത് കേടുവന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ പ്രശ്നത്തിന്റെയും കാരണം. എന്താ സമ്പത്ത് കേടുവരാന്ന് പറഞ്ഞാല് യത്തീമിന്റെ മുതൽ അപഹരിച്ചത് ബർക്കത്തുണ്ടാവില്ല. അത് തിന്നാൻ കൊടുത്താൽ കുട്ടികൾ കേടുവരും. വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയത് വല്യാപ്പോ വഖഫ് ചെയ്തു തരുന്നു. പിന്നെ നോക്കുമ്പോ റിക്കാർഡൊന്നും കാണാനില്ല. റിക്കാർഡില്ലാതെ തരൂല എന്ന് പറഞ്ഞു. ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയാലേ അതുകൊണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ ഒരു നേരാവില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ തന്നെ. സ്ത്രീകളുടെ ആഭരണങ്ങൾ സമ്മതമില്ലാതെ എടുത്തത്, സ്ത്രീകളുടെ ആഭരണം സമ്മതമില്ലാതെ എടുത്തുകൊണ്ടേറ്റ് വിറ്റിക്കുക. സ്ത്രീകളുടെ ആഭരണം എടുക്കാം, പക്ഷെ നല്ലോണം സമ്മതം വേണം. വാപ്പ മരിച്ചിട്ട് മുതലൊരുക്കുമ്പോ അടുക്കളയെന്ന് ഉമ്മ വിളിച്ചു വരികയാണ്, കുട്ടികളെ ഇമ്മാക്ക് റോഡ് സൈഡിന്റെ ആ ചാരിയിട്ടൊരു 3 സെന്റും കൂടി ഏറെ അളന്നിട്ടാളി. വാപ്പ പണ്ട് ഖത്തർക്ക് പോയത് ഉമ്മാന്റെ മണിക്കാതിലെ വിറ്റിട്ടായിരുന്നു എന്നുള്ള ഓർമ്മ ഉണ്ടായിക്കോട്ടെ ട്ടോ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഖത്തർക്ക് പോണ അന്ന് മണിക്കാതിലെ കൊടുത്തത് മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടിട്ടല്ല. ആണെങ്കിൽ ഇപ്പൊ ഇതിന്റെ കണക്ക് പറയാൻ പാടില്ലല്ലോ. തൃപ്തിപ്പെട്ട് കൊടുത്തതിന്റെ കണക്ക് പറയാൻ പാടില്ല. ചില സ്ഥലത്ത് ക്ലാസ് എടുക്കാനോ വാതരാനൊക്കെ ചെന്നാല് ആൾക്കാർ വന്നിട്ട് പറയും, ഈ പള്ളിപ്പറമ്പൊക്കെ എന്റെ വല്യാപ്പാന്റെ വാപ്പ കൊടുത്തതാണ്. ഓന്റെ വല്യാപ്പാക്ക് തന്നെ അതിൽ അവകാശമില്ല, വാപ്പാക്ക് തീരെ അവകാശമില്ല, ഓന് തീരെ അവകാശമില്ല. പിന്നെന്താ പറയേണ്ട ആവശ്യം? വല്യാപ്പാന്റെ വാപ്പ കൊടുത്തതോടുകൂടി അതിന്റെ അവകാശം നീങ്ങി, അതിന്റെ മിൽക്ക് അള്ളാഹുവിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഓന്റെ വല്യപ്പാക്ക് അവകാശമില്ല, വാപ്പാക്ക് തീരെ അവകാശമില്ല, ഓൻ ഒട്ടും അവകാശമില്ല. പിന്നെ എന്തിനാ കാണുന്നവരോടൊക്കെ പറയേണ്ട ആവശ്യം? ഇതൊക്കെയാണ് നമ്മളെ പരിപാടി അറിഞ്ഞത്.
അന്തേ സംഗതി വല്യാപ്പാന്റെ വാപ്പ അന്ന കൊടുത്തതേ അത്രയിട്ടൊന്നും കൊടുക്കേണ്ടിന്നില്ലാന്ന് മനസ്സിലുള്ള അതാണ് പറഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ട് ആ കാണുന്നതൊക്കെ എന്റെ വാപ്പ കൊടുത്തത് വല്യാപ്പ കൊടുത്തതാണ് എന്ന് ആ പറഞ്ഞതിന്റെ ഉള്ളിൽ അതിരിക്കുന്നുണ്ട്. എന്ന മാതിരിയാണ് മുതലൊരു വെക്കുമ്പോ പെണ്ണുങ്ങളെ വർത്താനം. അപ്പൊ മനസ്സറിഞ്ഞ് തരാൻ വളരെ പ്രയാസമാണ്. അതേസമയത്ത് മനസ്സറിഞ്ഞ് തന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് എടുക്കെത്തൂല. ഇതന്നെ സംഗതി. പലിശയുടെ സമ്പത്ത് കൊണ്ട് ഇടപാട് നടത്തിയത്, പലിശന്റെ പൈസ കൊണ്ട് ഇടപാട് നടത്തിയത് ബർക്കത്തുണ്ടാവില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ പറഞ്ഞത്. ഇതിപ്പോ അങ്ങാടിയിലെ 4 പീഡി റൂമും വാടക കിട്ടാനുള്ള 2 കോട്ടേഴ്സും അത്യാവശ്യം ഇങ്ങനെ വട്ടച്ചെലവൊക്കെ നടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മിനി സൂപ്പർ മാർക്കറ്റൊക്കെ കൂടി ആയി വന്നപ്പോഴേക്കേ അറബി ഏകദേശം എത്തിങ്ങാനേ ചേർക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ട്. മെലിഞ്ഞിട്ട് മേശന്റെ അടി കൂടെ കൈയിട്ട് വലിച്ചു തരുന്നേ. ഇങ്ങനെ കുട്ടികളെ വരാകാം. അതുകൊണ്ട് വരുമാനം കേടുവന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ അംഗീകരിച്ചാലും വേണ്ടില്ല, അംഗീകരിച്ചില്ലെങ്കിലും വേണ്ടില്ല. ഞാൻ പറയാനുള്ളത് പറയും. വരുമാനം കേടുവന്നാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. 5 വക്തിനും പള്ളിക്കണ്ട്, സുബഹിക്ക് മുടങ്ങാതുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് 2 പേജ് ഖുർആൻ ഓതും. അത് കഴിഞ്ഞിട്ട് പോയിങ്ങാണ്ടേ സൂപ്പർ മാർക്കറ്റ് തുറന്നിച്ചിട്ടേ ചൈനന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിങ്ങാണ്ട് വിൽക്കാൻ. അങ്ങനെ ഉണ്ടാക്കിയ മുതല് നേരാവൂല, അത് തിന്ന കുട്ടികൾ നേരാവൂല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വരുമാനം നല്ലോണം സൂക്ഷിക്കണം, നല്ലോണം സൂക്ഷിക്കണം. 1000 ഉറുപ്പ്യക്ക് പണിയെടുത്തിട്ട് 990 ഉറുപ്പ്യ വാങ്ങിങ്ങാണ്ട് ജീവിച്ചാൽ ബറക്കത്ത് കൂടുതലാണ്. 1000 ഉറുപ്പ്യക്ക് ജോലി ചെയ്തിട്ട് 1500 ഉറുപ്പ്യക്ക് വാശി പിടിച്ചാൽ ബറക്കത്ത് നഷ്ടപ്പെടും. തരുന്നവന്റെ സംതൃപ്തി വളരെ പ്രധാനമാണ്. പൈസ തരുന്ന ആളെ സംതൃപ്തി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എങ്ങനെയും ഉണ്ടാക്കിയാൽ മക്കൾ കെടുവരും. ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 2 എണ്ണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന് ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള സ്നേഹമാകുന്നു. രണ്ടാമത്തേത് കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പാകുന്നു. 2 കാരണമാണ്. അസ്രായീൽ അലൈഹിസ്സലാം അങ്ങോട്ട് വന്നിട്ട് അസ്സലാമു അലൈക്കും, ഞാൻ അസ്രായീലാണ്, എന്നെ കൊണ്ടുപോകാൻ വന്നതാണ്, പോകല്ലേ എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. ആർക്കെപ്പോഴും സംഭവിക്കാന്നാണല്ലോ. അസ്സലാമു അലൈക്കും, ഞാൻ അസ്രായീലാണ്, പോകല്ലേ എന്ന് ചോദിച്ചാല് എന്തേക്കാരം നമ്മളെ മറുപടി? വേണ്ട, നമ്മൾ വെറുതെ സങ്കല്പിക്കുക, നാളെ ഈ നേരം ആകുമ്പോത്തിന് വന്നോളി, അപ്പോത്തിന് റെഡി ആകാം എന്നെങ്കിലും പറയാവുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടോ? അങ്ങനെ ഒരു അവസരം ഉണ്ടാവില്ല എന്നുള്ളതല്ല, എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് വന്നാ എങ്ങനെ? നാളെ ഈ നേരം ആര്യസ്കാരം കഴിയുമ്പോത്തിന് വന്നോളി, അപ്പോത്തിന് ഞാനൊക്കെ ഒന്ന് ലെവലാക്കാം. വേണ്ട, അടുത്ത വെള്ളിയാഴ്ച രാവിലെ വന്നോളി, അപ്പോത്തിന് ഞാൻ റെഡിയാകാന്ന് പറയാൻ നമുക്ക് കഴിയോ? വേണ്ട, അടുത്ത മാസം ഈ ഡേറ്റിന് വന്നോളി, അപ്പോത്തിന് ഞാൻ ഒക്കെ ഒരു ലെവലിലെത്തിക്ക എന്ന് പറയാൻ കഴിയോ? അതും വേണ്ട. അടുത്ത കൊല്ലം ഈ തീയതിക്ക് വന്നോളി എന്ന് പറയാനെങ്കിലും തയ്യാറുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ ആൾ ആരാണ് എന്നതിന് സൂറത്തുൽ ജുമയിൽ ഒരു അടയാളം പറയുന്നുണ്ട്. ആളുകൾ പറയും, ഞാൻ അള്ളാന്റെ ആളാണ്, പടച്ചോന്റെ ആളാണ്, പടച്ചോൻ എന്നോടും നല്ല ഇഷ്ടമാണ്, എനിക്ക് പടച്ചോൻ ഒന്നോടും നല്ല ഇഷ്ടമാണ് എന്നൊക്കെ പറയും ചില ആൾക്കാർ. അള്ളാഹുവിന്റെ ആളുകളെ തിരിച്ചറിയാൻ ഒരടയാളമുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമയിൽ പറഞ്ഞിട്ടുണ്ട്. ആ അടയാളം നബിയെ നിങ്ങൾ അവരോട് പറയുക, ഫതമന്നഉൽ മൗത ഇൻ കുന്തും സാദിഖീൻ. അള്ളാഹുവിന്റെ ആളുകളാണ്, റബ്ബാനിയാക്കളാണ്, റബ്ബിന്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകളോട് നബിയെ നിങ്ങളൊന്ന് പറയൂ, ഫതമന്നഉൽ മൗത, എന്നാ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് മരിക്കാൻ തയ്യാറായിക്കാണി എന്ന് പറഞ്ഞു നോക്കിയാൽ അറിയാം എന്താണ് അവരുടെ അവസ്ഥ എന്ന്. അതുകൊണ്ട് 2 കാര്യങ്ങളാണ്. ഒന്ന് ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള അമിതമായ പ്രേമം. ദുനിയാവ്, ഇത് പറഞ്ഞതിന് ദുനിയാവ് വേണ്ടാന്ന് ഒരിക്കലും അർത്ഥമില്ല കേട്ടോ. അതുക്കേല് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. സുഹുദ് എന്ന് പറഞ്ഞാൽ മുതൽ ഇല്ലാതിരിക്കലല്ല, മുതലുമായി ഖൽബിന്റെ ബന്ധം ഇല്ലാതിരിക്കലാകുന്നു എന്ന്. സത്യത്തിൽ സമ്പത്തിനേക്കാൾ നമ്മൾ ഭയപ്പെടേണ്ടത് ഫഖറാണ്. അതുകൊണ്ട് ഇന്നത്തെ ഉമ്മത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത് വരുമാനം കേടുവന്നതാണ്.
സമ്പത്ത് കേട് വന്നതാണ്. മഖ്ദൂം റളിയല്ലാഹു അൻഹു സുഹുദ് എന്നാൽ എന്താണെന്ന് പറയുമ്പോൾ അതുക്കിയൽ പറഞ്ഞിട്ടുണ്ട്, സുഹുദ് എന്നാൽ പണം ഇല്ലാതിരിക്കലല്ല, പണവുമായി ഖൽബിന്റെ ബന്ധമില്ലാതിരിക്കുന്നതിനാണ് സുഹുദ് എന്ന് പറയുന്നത്. അത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, പണത്തേക്കാൾ ബുദ്ധിമുട്ടുള്ളതാണ് ഫഖർ, ദാരിദ്ര്യം. ഫഖർ രണ്ടർത്ഥത്തിലുണ്ട്, ദാരിദ്ര്യം എന്ന അർത്ഥത്തിലുണ്ട്. വേറൊരു ഫഖർ ഉണ്ട്, സൂഫി ഇസ്തിലാഹിൽ വരുന്ന ഒരു ഫഖർ ഉണ്ട്. അതിന്റെ അർത്ഥം പൈസ ഇല്ലാത്തതെന്നല്ല. ഇപ്പോ ബഹുമാനപ്പെട്ട വീരാനോലിയ പാപ്പാൻ എന്ത് പറയും? അജ്മീർ ഫഖീർ എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്ത വീരാനോലിയ പാപ്പ എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ നമുക്ക് തോന്നും. അതൊരു സൂഫി ഇസ്തിലാഹാണ്. അവിടെ ഫഖർ എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെ തൊട്ടും ആശ മുറിഞ്ഞിട്ടുള്ള ദാരിദ്ര്യമാണ്. അതാണ് അവിടുത്തെ ഒരു സൂഫി ഇസ്തിലാഹാണ് ആ ഫഖർ. തസൗഫിന്റെ അഹലുകാർക്ക് പറയപ്പെടുന്ന ഒരു പേരാണ് ഫഖീർ എന്നത്. അതും ഈ പറഞ്ഞ ഫഖീർ ഒന്നല്ല. ഫഖർ എന്ന് പറയുന്നത് കുഫ്രിയത്തിലേക്ക് വരെ പോകുമെന്നാണ്. കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റ എന്നാണ്. ദാരിദ്ര്യം എന്ന് പറയുന്നത് കാഫിറാക്കാൻ പോന്നതാണ്. ദാരിദ്ര്യം ഒരു മനുഷ്യന്റെ അഭിമാനം കളയുമെന്നാണ്. ദാരിദ്ര്യം മനുഷ്യന്റെ അഭിമാനം കളയും. 25,000 പള്ളിക്ക വന്നിട്ട് ഒരു പൈസക്കാരൻ സക്കാത്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ ഫക്കീർ എന്ത് ചോദിച്ചാൽ ഓന്റെ മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ തല ചൊറിയും. അതേ സമയത്ത് മിസ്കീൻ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഫക്കീറിന്റെ മേലുള്ളതാണ് മിസ്കീൻ. മിസ്കീൻ എന്ന് പറഞ്ഞ ആള് ബെൽറ്റിന്റെ ഓട്ട ഇപ്പുറത്തേക്ക് കുത്തിയിട്ട് ഒപ്പിക്കും, എന്നാലും ഒരാളോട് ചോദിക്കൂല. അയാൾക്കാണ് എന്ത് പേര്? മിസ്കീൻ. മിസ്കീൻ അഭിമാനിയായിരിക്കും, ഫക്കീർ അഭിമാനമില്ലാത്തവനായിരിക്കും. ഫക്കീർ വന്നാണ്ട് ഇങ്ങനെ പറയുന്നത്, കഴിഞ്ഞ കൊല്ലത്തെ റമദാനിൽ ഇപ്പൊ നമുക്ക് 25,000 കാണാൻ പറ്റിയില്ല, കൊറോണ ഒക്കെ ആയതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇക്കൊല്ലത്തെ 25,000 നേരത്തെ പോകുന്നതാണ്, നിങ്ങൾ അതും കൂടിയും കൂട്ടി തന്നാളി അറിയും. ആര്? ഫക്കീർ. അതേ സമയത്ത് മിസ്കീൻ എന്താ കട്ടുക? നിങ്ങള് എന്തേലും കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് എന്ന് തോന്നിയാൽ അപ്പുറത്തെ വായിൽ കൂടി ഇറങ്ങും. ഓന കൊടുക്കേണ്ടത്, ഓനാണ് കൊടുക്കേണ്ടത്. അതാണ് മിസ്കീൻ. അതുകൊണ്ട് ഫക്കീർ ഭയപ്പെടേണ്ടതാണ്. ഫക്കീർ കാഫിറാകും, ഓന അഭിമാനം ഒന്നും ഉണ്ടാവില്ല, ഒരു അഭിമാനം ഉണ്ടാവില്ല. ഫക്കീർ ഭയപ്പെടേണ്ടതാണ്. ഫക്കീറായി തുടരുന്നതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ട് എന്നാണ്. അവൻ ഫക്കറിനെ ഇഷ്ടപ്പെടുന്നു എന്ന കാരണം ഉണ്ട് എന്നാണ്. നിങ്ങൾക്ക് ഇന്നെ മനസ്സിലാകുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് 25,000 ഇങ്ങനെ നടന്നുങ്ങാണ്ട് കുറെ സക്കാത്തൊക്കെ കിട്ടി, കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൊടുത്തു, കുറച്ച് കായൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കക്കൂസ് പോയിരുന്നുങ്ങാണ്ട് ഇങ്ങനെ എണ്ണി നോക്കി, ഇത്ര ഉണ്ട് എന്ന്. വലിയൊരു മോശമല്ല, എന്നാലും കരുദ്യമായിരൊന്നും ആയിട്ടില്ല. അപ്പൊ കീശയൊക്കെ വെച്ചിങ്ങാണ്ട് മൂപ്പര് അവിടെ നിന്ന് ഇറങ്ങിങ്ങാണ്ട് ദോരക്കാണ്, പഠിച്ചോനെ ഈ കൊല്ലത്തെ 25,000 ഏതായാലും കൊറോണ നക്കിയല്ല അല്ലാ, അടുത്ത കൊല്ലത്തെ 25,000 കുറച്ച് തോന സക്കാത്ത് തരണേ അല്ലാ. എന്താ അതിന്റെ അർത്ഥം? അടുത്ത കൊല്ലത്തെ 25,000 ഇന്നെ തെണ്ടിയാക്കണേ എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. എന്താ ഓനെ നേരെ തിരിച്ചോണ്ട് വരുന്നൂടെ? ഓന് സക്കാത്ത് തോനെ കൊടുക്കാൻ നിൽക്കണ്ടല്ലോ, അള്ളാഹ്ക്ക് ഓന ആദ്യം തന്നെ നേരം കൊടുത്തൂടെ? സക്കാത്തായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമൊന്നുമില്ലല്ലോ, ഓനെ തിരിച്ചു തരുന്നാൽ മതിയല്ലോ. പഠിച്ചോനെ അടുത്ത കൊല്ലത്തെ 25,000 എല്ലാവർക്കും കുറച്ച് സക്കാത്താണ് കൊടുക്കാനുള്ള ഒരു അവസരം എനിക്ക് തരണേ എന്ന് പറഞ്ഞ അള്ള ചോദിച്ചു, ആടാ ഇത് അതൊക്കെ ചോദിച്ചാൽ മാത്രമായോ? അത് ശരി, കയറി മുറത്ത് കയറി കൊത്തിലൊടുങ്ങില്ലേ എന്നൊക്കെ അള്ള പറയോ? പറയില്ല. അങ്ങനെ ഒരു മനുഷ്യൻ ചോദിച്ചാല് അള്ളാഹ്ക്ക് ഓനോട് നല്ല ഇഷ്ടമാണ് എന്ന് മാത്രമല്ല, ഓൻ അടുത്തല്ല അങ്ങനെ ആക്കി കൊടുക്കും. അപ്പൊ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഫക്കീറായി തുടരുന്നതിന്റെ പിന്നിൽ ദാരിദ്ര്യത്തെ അവൻ ഇഷ്ടപ്പെടുന്നു എന്ന ഒരു കാരണം കിടക്കുന്നുണ്ട്. ദാരിദ്ര്യത്തെ ആരും ഇഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നല്ലോണം അധ്വാനിക്കണം. അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ പറയും, ഇപ്പൊ പിന്നെ ഞാൻ പണിക്കൊന്നും പോണില്ല, ചെറുക്കന്മാരിപ്പോ 2 എണ്ണം അപ്പുറത്തുണ്ട്, ഒരാൾ ഇപ്പുറത്തുണ്ട്, പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പോ പിന്നെ ഒന്നും പോണില്ല അറിയും. എന്റെ അഭിപ്രായം എങ്ങനെ വെച്ചാല്, ജോലി ഉള്ളിടത്തോളം കാലം ജോലി ചെയ്യണം, ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലി ചെയ്യണം. ജോലി ഉള്ളിടത്തോളം കാലം, ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലി ചെയ്യണം. ആരാ എന്റെതിനെ ആശ്രയിക്കരുത്, അത് അവനാന്റെ മക്കളാണെങ്കിലും ശരി. വേറെ വയ്യൊന്നും ഇല്ലെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതെന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കണ? അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിനൊരു കാരണമുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നതിന്റെ കാരണം,
വരുമാനത്തിന്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് അറിയാതെ പോയതാണ്. നമ്മൾ വിചാരം മുതൽ എന്ന് പറഞ്ഞാൽ ആശുപത്രി കൊടുക്കാൻ, അതേമാതിരി ചോറ് കഴിക്കാൻ, അതേമാതിരി കോഴി വാങ്ങാൻ ഒക്കെ ഉള്ളതാണ് പൈസ എന്ന് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ പ്രശ്നം പറ്റിയത്. ഭക്ഷണത്തിന് ശരിക്കും പൈസ വേണ്ട. ഭക്ഷണത്തിന് പൈസ ഉണ്ടല്ലോ. എനിക്കിപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ വൈകുന്നേരം എന്തൊക്കെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? പത്തിരി. അള്ളാഹു ഭക്ഷണം നൽകിയവർക്ക് സ്വർഗീയ ഭക്ഷണം കൊടുക്കട്ടെ. പിസ്കണ്ട ആമീൻ പറഞ്ഞോളി. അള്ളാഹു ഭക്ഷണം തന്നവർക്ക് സ്വർഗീയ ഭക്ഷണം കൊടുക്കട്ടെ. എനിക്കിന്നിപ്പോൾ വൈകുന്നേരത്തെ എന്തൊക്കെയാണ് ഭക്ഷണം എന്ന് അറിയങ്ങൾ? ചപ്പാത്തി, പത്തിരി, വെള്ളറക്കിക്കോളി, ദോശ, കോഴി, ആട്, പച്ചക്കറി, ഫ്രൂട്ട്സ്, ചെന്നേക്കിന് മുന്തിരി ജ്യൂസ്. ഒറ്റ പൈസൻ്റെയും ചിലവില്ല. തിന്നാൻ പൈസ വേണ്ട. അത് നമുക്ക് വെറുതെ അബദ്ധം പറ്റിയതാണ്. ഭക്ഷണത്തിന് പൈസ ഉണ്ടല്ലോ. തൗഫീഖ് ഉണ്ടാവുകയാണ് പ്രധാനം. തൗഫീഖ് ഉണ്ടെങ്കിൽ സമയാസമയം സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. തൗഫീഖ് ഇല്ലെങ്കിൽ അരിക്കച്ചവടം ഉണ്ടായിട്ടും കാര്യമില്ല. ചങ്ക് കൂടെ കീപ്പട്ടാണ്ട് പോവില്ല. 3 മാസമായി വാപ്പ അന്നം വെള്ളം ഇറങ്ങാതെ ആശുപത്രി കിടക്കാൻ തുടങ്ങിയിട്ട് കുട്ടികൾ 4 ആളോട് പറയുന്നുള്ളതല്ലാതെ ചങ്ക് കൂടെ കീപ്പട്ടാണ്ട് ഇറങ്ങൂല. തൗഫീഖാണ് വളരെ പ്രധാനം. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പൈസ വേണ്ട. പിന്നെ നമ്മൾ വിചാരം എന്താ വെച്ചാൽ ആശുപത്രി കൊടുക്കാൻ. ഞാൻ ഹജ്ജിന് പോയ സമയത്ത് ഒരാളുണ്ടായിരുന്നു, ചാവക്കാട്ടുകാരൻ ഒരാളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പൊ ഞങ്ങളിങ്ങനെ തമാശക്ക് ഇങ്ങനെ പറയും, കാര്യം പറയും, ഇങ്ങനെ വർത്താനം പറയുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ മിസ്കീനാവാൻ വേണ്ടി ദ്വാരന്നിട്ടുണ്ട്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഅശ്റുനി ഫീ സുംറത്തിൽ മസാകീൻ എന്ന് ദ്വാരന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു നമ്മളെല്ലാവരെയും മിസ്കീന്മാരാക്കി തരട്ടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ അതിൽ മൂപ്പരിനോട് പറഞ്ഞു, ഉസ്താദെ അങ്ങനെ പറയരുത് കേട്ടോ, ഒരാശുപത്രി കേസ് വന്നാൽ നമ്മൾ എന്താ കാട്ടുക എന്ന് ചോദിച്ചു. ആ ആശുപത്രി കേസ് വരാതിരുന്നാ പോരെ, അതാണ് ആലോചിക്കേണ്ടത്. മനസ്സിലായില്ലല്ലോ പടച്ചോനെ? മനസ്സിലായിട്ടില്ലേ? അതായത് ജിദ്ദയില് കഫ്തീരിയയിൽ ജോലി ചെയ്യാണ്. 1500 റിയാല് ശമ്പളം ഉണ്ട്. കൊറോണ വന്നപ്പോൾ കച്ചവടമൊക്കെ വളരെ കുറവായി. അപ്പൊ മുതലാളി പറഞ്ഞു, ജങ്ങനയിലും നിൽക്ക്, നമുക്ക് കൊറോണയൊക്കെ മാറി കച്ചവടം ഉഷാറാവും എന്ന് പറഞ്ഞു. ഓൻ പറഞ്ഞു, എനിക്ക് 2000 റിയാല് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിൽക്കൂല, ഹുറൂജ് അടിച്ചെന്നാൾ ഞാൻ പോകുകയാണ് പറഞ്ഞു. മുതലാളി ആകെ സ്വീപ്പായി. കാരണം ഓനാണ്ട് പോയാൽ കഫ്തീരിയാണ് പൂട്ടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാ. ഓൻ പറഞ്ഞു, മുതലാളി പറഞ്ഞു, ഞാൻ എന്തടങ്ങേറ് സഹിച്ചതാണെങ്കിലും 1500 എനിക്ക് മുടങ്ങാതെ തരാം, ഇജൊന്ന് നിൽക്കുക പറഞ്ഞു. നിൽക്കൂല, ഞാൻ പോവുകയാണ്. ഒരാശുപത്രി കേസ് വന്നാൽ എന്താ കാട്ടെ, എനിക്ക് 2000 എന്തായാലും വേണമെന്ന് പറഞ്ഞു. അവസാനം ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ മുതലാളി പറഞ്ഞു, എന്നാ ശരി 2000 എങ്ങനെയും നിൽക്കുക എന്ന് പറഞ്ഞുങ്ങാണ്ട് 2000 അങ്ങോട്ട് തന്നാല് 500 ദിർഹം എല്ലാ മാസവും ആശുപത്രിക്കാണ് മാറ്റിവെച്ചാളി. എന്താ കാരണം? ഈ വരുമാനം ആശുപത്രിയിലേക്കാണ് എന്ന് അവൻ ആദ്യം കരുതിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം. ഇതാണ് സംഗതി. അപ്പൊ വരുമാനത്തിന്റെ മുതലിന്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് നമുക്ക് അറിയാത്തതാണ് ജോലിക്ക് പോകാത്തതിന്റെ കാരണം, വരുമാനം ആഗ്രഹിക്കാത്തതിന്റെ കാരണം, കുട്ടികളൊക്കെ വലുതായപ്പോൾ ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞതിന്റെ കാരണമൊക്കെ അതാണ്. ഇതൊന്നുമല്ല ശരിക്ക് മുതലിന്റെ യഥാർത്ഥ ഉപയോഗം. ഇതൊക്കെ തൗഫീഖ് ഉണ്ടെങ്കിൽ കിട്ടുന്നതാണ്. മുതലിന്റെ യഥാർത്ഥ ഉപയോഗം എന്ന് പറയുന്നത് ദാനം കൊടുക്കലാണ്, സദഖ കൊടുക്കലാണ്, ധർമ്മം കൊടുക്കലാണ്. അതിന് അവനാന്റെ പൈസ തന്നെ വേണം. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ കാട്ടിൽ പോയി മരം വെട്ടിയിട്ട് വിറക് വെട്ടിയിട്ട് കൊണ്ടുവന്ന് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിട്ട് ഉണക്ക റൊട്ടി വാങ്ങിക്കഴിച്ചിട്ട് ബാക്കി പൈസ സ്വതക്ക ചെയ്യൽ സ്ഥിരമായി പതിവാക്കിയ ആളായിരുന്നു. മനസ്സിലായില്ല? അതിന്റെ ഇടയിൽ കൂടെ പോയോ? ഇല്ലല്ലോ. കാട്ടിൽ പോയി വിറക് വെട്ടി കൊണ്ടുവന്നിട്ട് വിറ്റിട്ട് ഉണക്ക റൊട്ടി വാങ്ങിയിട്ട് ബാക്കി സ്വതക്ക കൊടുക്കും എല്ലാ ദിവസവും. എന്തിനാ ജോലിക്കോണേ? സ്വതക്ക കൊടുക്കാൻ ജോലിക്ക് വരുന്ന ആളാണ് മുഹ്യിദ്ദീൻ ശൈഖിന്റെ വാപ്പ, ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അബൂ ഹനീഫ ഇമാമിന്റെ വാപ്പയാണ് എന്നും അഭിപ്രായമുണ്ട്. ഏത് അഭിപ്രായം പരിഗണിച്ചാലും ഓലൊക്കെ എന്തുകൊണ്ട് വലുതായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പണത്തിന്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് നമുക്ക് അറിയാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്തിന് പൈസ ഉണ്ടാക്കണം? മുതലുണ്ടാകാനുള്ള ദുആ എങ്ങനെ? മുതലുണ്ടാകാനുള്ള ദുആ, അല്ലാ പടച്ചോനെ എനിക്കൊരുപാട് പൈസ തരണേ അല്ലാ എന്നല്ല. പൈസ ഉണ്ടാകാനുള്ള ദുആ എങ്ങനെ?
അല്ലാഹുവേ എനിക്ക് ധാരാളം സകാത്തും സദഖയും കൊടുക്കാൻ അവസരം നൽകണേ അല്ലാ. അതാണ് പൈസ ഉണ്ടാവാനുള്ള ദുആ. ദ്വാരന്നോയിക്കോളി നിങ്ങൾ ഉണ്ടാവും. ഒറിജിനൽ ദുആ ദ്വാരന്നുണ്ടാവും. അതാണ് പൈസ ഉണ്ടാവാനുള്ള ദുആ. അപ്പൊ പണത്തിന്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് പോലും നമുക്ക് അറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് ദാരിദ്ര്യം ഭയപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് അധ്വാനിച്ച് ഹലാലും ത്വയ്യിബുമായ വഴിയിലൂടെ നന്നായി സമ്പാദിക്കണം. എല്ലായിടത്തും നല്ലോണം പൈസ വേണം എന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. അതിന് ഞാൻ പിന്തുണക്കുന്നു. അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിട്ടുള്ളത് അതിരുവിട്ട വരുമാനമാണ്. എങ്ങനെയും പൈസ ഉണ്ടാക്കുക എന്നുള്ളിടത്ത് നമ്മളെത്തി. എങ്ങനെ ഉണ്ടാക്കുക, ഏത് രൂപത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതിലെത്തി. ഡേറ്റ് കഴിയുമ്പോൾ ഡേറ്റ് കഴിയാൻ പോണ സ്റ്റിക്കറിന്റെ അവിടെ അങ്ങോട്ട് ചീന്തിട്ടിങ്ങാണ്ട് പിന്നെയും വെക്കും. തന്നെ ഡേറ്റ് കഴിയാൻ പോവാൻ, അപ്പൊ ആ ഡേറ്റ് അടയാളപ്പെടുത്തി അവിടെ അങ്ങോട്ട് ചീന്തിട്ടുകൊണ്ട് പിന്നെയും വെക്കുക. തന്നെ ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവരാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഹോട്ടൽ നടത്തുന്നവര്, ബേക്കറി നടത്തുന്നവര്, കൂൾബാർ നടത്തുന്നവര്, അച്ചാർ കമ്പനി നടത്തുന്നവര്, മീൻ കച്ചവടം ചെയ്യുന്നവര്, ഇറച്ചി കച്ചവടം ചെയ്യുന്നവര്, ഇങ്ങനെ ഭക്ഷണവുമായി കൈകാര്യം ചെയ്യുന്നവർ കൂടുതൽ സൂക്ഷ്മത പാലിക്കണം. വേഗ അബദ്ധം വരാൻ സാധ്യതയുള്ളത് അതിലാണ്. മക്കള് വേഗത്തിൽ കേടുവരാ ഭക്ഷണം. എന്നാലോ നേരങ്കത്തിൽ ചെയ്താൽ ഇത്ര നല്ലൊരു അമല് വേറില്ല. അതെന്താ വെച്ചാല് നല്ലത് കേടെന്നാലാണ് പറ്റരപ്പാകുക. എത്തിങ്ങാനെന്ന് ചാടിപ്പോന്നാൽ കഞ്ചാവ് കച്ചവടം ഉറപ്പാണ്. ഈ കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ പേരുകൾ വരുമ്പോൾ പത്രങ്ങളിൽ ഇങ്ങനെ വരുമ്പോൾ അറബി അക്ഷരം ചേർത്ത് വെച്ച ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെയൊക്കെ ഹിസ്റ്ററി പഠിച്ചു നോക്കിയാൽ അറബി കോളേജിൽ നിന്ന് ചാടിയത്, എത്തിങ്ങാനയിൽ നിന്ന് ചാടിയത്, ബോർഡിംഗിൽ നിന്ന് ചാടിയത്, ദർസിൽ നിന്ന് ചാടിയത്, അങ്ങനെ ഇക്കാരം. നല്ലത് കേടെന്നാൽ പറ്റരപ്പാവും.